SSLC മാത്തമാറ്റിക്സിലത്തെ 6ാമത്തെ പാഠമായ ട്രിഗ്നോമെട്രിയിലത്തെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാംസ് ഷോൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. ഞാൻ ഒരു പാരലോഗ്രാം വരയ്ക്കുന്നു. ഇതാണെന്ത്, അടിയിലത്തെയാണ് ബേസ്. ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ദൂരമാണ് ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ത് പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്ന് അറിയാം, ബേസ് എത്രയാണെന്ന് അറിയാം, 4 സെന്റിമീറ്റർ എന്നറിയാം. നമുക്ക് ഹൈറ്റ് അറിയോ? ഇല്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഡോട്ട് 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 വരച്ചിട്ട് ഇതാണല്ലോ നമ്മുടെ ഹൈറ്റ്. ഈ ഹൈറ്റിൽ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ ഹൈറ്റിന്റെ പ്രത്യേകത എന്താണ്? ഈ ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഈ ഹൈറ്റ്. അപ്പൊ ഈ ആംഗിൾ എന്തായിട്ട് വരും? 90 ഡിഗ്രി ആയിട്ട് വരും. ഈ ചിത്രം ഒന്ന് വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ഇത് 45 ഡിഗ്രിയാണ്. യെസ്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, ഈ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 4 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ. ഓക്കെ, നമുക്ക് എന്തറിയാം? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി എന്നറിയാം. നമുക്ക് ബേസ് അറിയാം, പിന്നെ ഹൈറ്റും കൂടി കണ്ടുപിടിച്ചാൽ പോലെ. ഹൈറ്റും കൂടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു പാരലോഗ്രാമിന്റെ ഏരിയ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ 45 ഡിഗ്രി. അപ്പൊ ഇവിടെ ഇതെന്താണ്? ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ, ബേസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണല്ലോ ഈ ഒരു ലൈൻ വരച്ചേക്കുന്നത്. അപ്പൊ ഇതെന്താണ്? 90 ഡിഗ്രി ആണ്. ഇത് 90, ഇത് 45 ആണെങ്കിൽ അപ്പോ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും വരിക? 45 അല്ലേ വരിക. കാരണം 180 എന്നതിൽ നിന്നും ഈ 2 ആംഗിൾ മൈനസ് ചെയ്ത ബാക്കിയുള്ള ആംഗിൾ 45 കിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇത് 90, ഇത് 45, ഇത് 45. അപ്പോ 45ന്റെ ആംഗിളിന്റെ ഇപ്പുറത്തെ ഈ സൈഡിന്റെ അളവ് എത്രയാണോ അതേ അളവ് തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ, അതായത് 45, 45, 90 എന്ന ട്രയാങ്കിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ്? 1:1:√2 എന്ന റേഷ്യോയിലാണ് ഉണ്ടാവുക ഈ ഒരു ട്രയാങ്കിൾ ഉണ്ടാവുക. അപ്പോ ഈ സൈഡ് എത്രയാവും? ഈ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 1:1:√2 എന്ന റേഷ്യോയിലാണ്. ഈ √2ന്റെ സ്ഥാനത്ത് എന്താണ് വന്നിരിക്കുന്നത്? 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയാണ്? 2 ആണ്. അപ്പൊ എങ്ങനെയാണ് 2 കിട്ടുക? √2 ഇൻറ്റു √2 ആണല്ലോ 2 എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ √2ന്റെ സ്ക്വയർ. അപ്പൊ ഇതൊക്കെ ഏതായിരിക്കും? ഇതൊക്കെ ഈ ഒരു 45 ഡിഗ്രി ഒക്കെ എന്തായിരിക്കാം? കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? √2 ഇൻറ്റു √2 ആണെന്ന് 2 കിട്ടുന്നത്. അപ്പൊ ഈ ഓരോ വശവും എന്തായിരിക്കും? √2 ആയിരിക്കും. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമുക്ക് പാരലോഗ്രാമിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്തറിയണം? ഹൈറ്റ് അറിയണം, ബേസും അറിയണം. ഇവിടെ നമുക്ക് ബേസ് മാത്രമേ അറിയുള്ളൂ, ഹൈറ്റ് അറിയില്ല. അപ്പൊ ഹൈറ്റ് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു?
ഈ പാരലോഗ്രാമിന്റെ ബേസിൽ നിന്നും നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഈ കോർണറിലേക്ക് ഒരു ലൈൻ വരച്ചു. ഇനി ഈ ഒരു ആംഗിൾ ഇവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തില്ലല്ലോ, റൈറ്റ് ട്രയാംഗിൾ ഫോം ചെയ്തല്ലോ. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ഡിഗ്രിയാണ്. എങ്കിൽ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം 45, 45, 90 ഡിഗ്രി എന്ന ട്രയാംഗിളിന്റെ റേഷ്യോ വരുന്നത് എന്താണ്? 1:1:√2 എന്ന രീതിയിലാണ് ട്രയാംഗിളിന്റെ റേഷ്യോ വരുന്നത്. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡായ ഈ സൈഡില് 2 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇത് 2 സെന്റിമീറ്റർ ആണ്. അപ്പോ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ചെറിയ സൈഡിന്റെ, അതായത് ഈ സൈഡും ഈ സൈഡ്, ഒന്നെങ്കിൽ ഈ സൈഡ് അല്ലെങ്കിൽ ഈ സൈഡ്, ഏതെങ്കിലും ഈ രണ്ട് സൈഡിന്റെ കൂടെ √2 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ഒരു സൈഡ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഓരോ സൈഡ് എന്തായിരിക്കും? √2 ആണ്. കാരണം √2ന്റെ കൂടെ √2 ചെയ്യുമ്പോഴാണ് നമുക്ക് 2 കിട്ടുന്നത്. അപ്പോൾ ഈ ഓരോ സൈഡും എന്തായിരിക്കും? √2 ആണ്. കാരണം എന്താണ്? ഇവിടെ 45 ആണെങ്കിൽ ഈ സൈഡ് എത്രയായിരിക്കും? √2 സെന്റിമീറ്റർ. ഇവിടെ 45 ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇതും √2 സെന്റിമീറ്റർ ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം √2 സെന്റിമീറ്റർ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരം √2 സെന്റിമീറ്റർ. ഇനി നമുക്ക് ഏരിയ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണെന്നറിയാം? 4 ആണെന്ന് അറിയാം. 4 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? √2. അപ്പൊ നമ്മുടെ ഉത്തരം എന്ത് വരും? 4√2 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. ഇനി അടുത്തൊരു പാരലോഗ്രാം ഉണ്ടല്ലോ. ഇനി ഇവിടെയും നമുക്ക് ഏരിയ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? അതേ മെത്തേഡ് ഉപയോഗിച്ചുകൂടെ? ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ഇനി എന്താണ്? ഇത് 90 ഡിഗ്രിയാണ്, ഇത് 60 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. 30, 60, 90. അപ്പൊ ഇവിടെ ഒരു ട്രയാംഗിൾ ഫോം ചെയ്തല്ലോ. അപ്പൊ 30, 60, 90 എന്ന ട്രയാംഗിളിന്റെ ഒരു റേഷ്യോ ഉണ്ടല്ലോ. എന്താണ്? 1:√2:2 അല്ലെ? 1:, അല്ല സോറി, 1:√3:2 എന്ന റേഷ്യോയിലാണ് വരിക അല്ലെ? 1:√3:2. ഇനി ഇവിടുത്തെ ബേസ് നമുക്കറിയാം 4 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണെന്നറിയാം. നമുക്ക് ഈ സൈഡ് എത്രയാണെന്ന് അറിയില്ല, ഹൈറ്റ് എത്രയാണെന്ന് അറിയില്ല. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഈ സൈഡ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഇപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് അറിയാം നമുക്ക്? 2 സെന്റിമീറ്റർ ആണെന്നറിയാം. ഇനി 60ന്റെ ഓപ്പോസിറ്റ്, അതായത് ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ചെറുതിന്റെ √3 ടൈംസ് ആയിരിക്കും. ചെറുത് എത്രയാണെന്ന് നമുക്കറിയില്ല. 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 30ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിൽ എത്രയായിരിക്കും വരിക? 30ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡിൽ എത്രയായിരിക്കും വരിക? 90ന്റെ ഓപ്പോസിറ്റ് 2 ഇരട്ടിയാണ്. ചെറുതിന്റെ 2 ഇരട്ടിയാണ് 90ന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് വരിക. അപ്പൊ ചെറിയ സൈഡ് എത്രയായിരിക്കും വരിക? 1 സെന്റിമീറ്റർ അല്ലേ? കാരണം 1:2 ആണ് എന്ത് കിട്ടുന്നത്? 2 ആണ്. അപ്പൊ ചെറുതിന്റെ 2 ടൈംസ് ആണെന്ത്? 90ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന്റെ അളവ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും? 30ന്റെ അവിടെ 1 ആണെങ്കിൽ ഈ ഹൈറ്റ് എത്രയായിരിക്കും? √3 തന്നെ അല്ലെ? ഇതിന് വ്യത്യാസമില്ല. ഇതേ റേഷ്യോ തന്നെയാണ് ഇവിടെ നമുക്ക് സൈഡായിട്ട് കിട്ടുന്നത്. ഇതെന്ന് പറയുന്നത് √3 സെന്റിമീറ്റർ. അപ്പോൾ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എത്രയാണെന്നറിയാം? 4 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാണെന്നറിയാം? √3 സെന്റിമീറ്റർ. എന്ന് പറഞ്ഞാൽ 4√3 സെന്റിമീറ്റർ സ്ക്വയർ. നേരത്തെ പാരലോഗ്രാമിൽ എന്തായിരുന്നു ഉത്തരം? 4√2 സെന്റിമീറ്റർ സ്ക്വയറും ഈ പാരലോഗ്രാമിൽ 4√3 സെന്റിമീറ്റർ സ്ക്വയറുമാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത്
കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഒരു ട്രയാങ്കിളിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതെന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കും. ആ ട്രയാങ്കിളിനെ ഞാൻ ഇവിടെ വലുതാക്കി വരച്ചിട്ടുണ്ട്. അപ്പൊ ബേസ് ഇവിടെ 3 സെന്റിമീറ്റർ ആണ്. അപ്പൊ ബേസ് നമുക്കറിയാം. ഈ ഹൈറ്റും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടും. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബേസിൽ നിന്നും ഇത്രയും ഉയരമല്ലേ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈറ്റിനെ ഞാൻ ഇങ്ങനെ വരച്ചാലോ? ഇതൊരു ഹൈറ്റ് ആണ് അല്ലെ? അപ്പൊ ഇത് കൃത്യം ഞാനൊരു സ്കെയിൽ വെച്ച് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഞാൻ വരച്ചതെങ്കിൽ ഇതെന്താണ്? 90 ഡിഗ്രി ആവും. ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് 30 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ 90, ഇവിടെ 30, അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കലി 60 ഡിഗ്രി എന്ന് വരും അല്ലെ? 60 പ്ലസ് 30 പ്ലസ് 90 എന്ന് പറയുന്നത് 180 ആണ്. ഇനി ഒരു ട്രയാങ്കിൾ 30:60:90 എന്ന റേഷ്യോയിലാണെങ്കിൽ അതിന്റെ റേഷ്യോ എന്തായിരിക്കും വരിക? 1:√3:2 എന്നാണ് വരിക. അതായത് ചെറിയ ഭാഗം, അതായത് 30ന്റെ ഓപ്പോസിറ്റ്, അതായത് ഇതാണ് ചെറിയ ഭാഗം. ഇതിന്റെ √3 ആയിരിക്കും എന്ത്? 60ന്റെ ഓപ്പോസിറ്റ് വരിക. ഇതിന്റെ 2 ഇരട്ടി ആയിരിക്കും ഈ ഒരു ഭാഗം വരിക. ഓക്കെ. അപ്പൊ ഈ ഒരു ഭാഗം 90ന്റെ ഓപ്പോസിറ്റ് എത്രയാണ്? 2. അപ്പൊ ചെറിയ ഭാഗം എത്രയായിരിക്കും? 1 അല്ലേ വരിക? കാരണം 1ന്റെ ഇരട്ടിയാണ് 90ന്റെ ഓപ്പോസിറ്റ് വരിക റേഷ്യോ അല്ലേ? അപ്പൊ ഇവിടെ ശരിക്കും 1 തന്നെ വരും. ഇവിടെ 2 വരും. ഇവിടെ എത്ര വരും? √3 എന്ന് വരും. 60ന്റെ ഓപ്പോസിറ്റ്. ഈ റേഷ്യോ തന്നെ, അതായത് റേഷ്യോയില് മാറ്റമൊന്നുമില്ല. കാരണം ഇവിടെ 2 സെന്റിമീറ്റർ വന്നു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് മറ്റ് സൈഡുകൾ 1ഉം √3 തന്നെ വരും. അത് കാരണം റേഷ്യോയിലുള്ള നമ്പർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2ന് പകരം വേറെ നമ്പർ വരികയാണെങ്കിൽ, സപ്പോസ് ഇവിടെ 4 വരികയാണെങ്കിൽ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2 വരും. കാരണം ചെറിയ സൈഡിന്റെ 2 ഇരട്ടിയാണ് ഈ ഭാഗം. ഓക്കെ. അപ്പൊ നമുക്ക് ഹൈറ്റ് എത്രയാന്ന് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈറ്റ് കിട്ടിയല്ലോ. ഹൈറ്റ് കിട്ടിയാൽ പറയും. അപ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കാം. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് എത്രയാണ് വരുന്നത്? ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 3 ആണ്. ഇൻറ്റു 3. ഹൈറ്റ് എത്രയാണ് വരുന്നത്? 1 സെന്റിമീറ്റർ. 1. 3 ഇൻറ്റു 1 3 തന്നെ. അപ്പൊ 3/2. 3/2 എന്ന് പറഞ്ഞാൽ അറിയാലോ 1.5 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് വരിക? ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരിക. ഒരു ട്രയാങ്കിളിന്റെ കിട്ടി. ഇനി സെക്കൻഡ് ട്രയാങ്കിൾ എടുക്കാം. അടുത്ത ട്രയാങ്കിൾ. അപ്പൊ ഇതിന് ഞാൻ എന്ത് ചെയ്യണം? ബേസിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ ട്രയാങ്കിളിന്റെ കോർണറിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് വരും. ഇങ്ങനെ വരച്ചപ്പോ ചെറിയ വളവൊക്കെ ഉണ്ട്. നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം കേട്ടോ. ഇത് 90 ഡിഗ്രി വരും. ഇത് 60 ഡിഗ്രി. ഓട്ടോമാറ്റിക്കലി എന്താവും? മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് 30 ഡിഗ്രി ആവും അല്ലെ? ഇത് 90, 30, 60. ഓക്കെ. അപ്പോ നമുക്കറിയാലോ 30:60:90യുടെ റേഷ്യോ എന്താണ്? 1:√3:2 അല്ലെ? അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് എന്താണ്? 2. അപ്പൊ 30ന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? 1 സെന്റിമീറ്റർ. ഈ ഒരു ദൂരം എന്ന് 1 സെന്റിമീറ്റർ ആണ്. ഈ ദൂരം എത്രയായിരിക്കും? 60ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ ദൂരം എത്രയായിരിക്കും? 1ന്റെ, അതായത് 30ന്റെ ഓപ്പോസിറ്റ്, 30 എന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? 1. അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ സൈഡ് ഈ ട്രയാങ്കിളിൽ. ഇതിന്റെ √3 ഇരട്ടി ആയിരിക്കും എന്ത്? 60ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √3 സെന്റിമീറ്റർ. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 1 അല്ല, 3 സെന്റിമീറ്റർ. ട്രയാങ്കിളിന്റെ ബേസ് ഇത് മുഴുവനാണ്. അപ്പൊ 3 വരും. 3 ഇൻറ്റു
എന്താണ് ഹൈറ്റ് എത്രയാണ് √3. എന്ത് വരും 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇവിടെയും ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെയും ഏരിയ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബേസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരച്ചു. ഇതെന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇത് എത്രയായിരിക്കും വരിക? ഇത് 45, ഇത് 90, ഇത് 45 തന്നെ വരും. അപ്പൊ 45:45:90 എന്നതിന്റെ റേഷ്യോ എന്താണ്? 1:1:√2 എന്ന റേഷ്യോ ആണ്. ഈ റേഷ്യോ ഒരിക്കലും മാർക്ക് ചെയ്തിട്ട്. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് എന്താണ്? 2 സെന്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ 45ൽ എത്രയാണുള്ളത് അതിന്റെ √2 ഇരട്ടി ആയിരിക്കും 90ന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ 90ന്റെ ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയായിരിക്കും? √2 ഇൻറ്റു √2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലെ? ഇപ്പൊ √2 ഇരട്ടിയാണല്ലോ 90ന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡിന്റെ അളവ്. അങ്ങനെയാണെങ്കിൽ 45 എത്രയായിരിക്കും? √2 ആണ് അല്ലെ? ഈ √2ന്റെ കൂടെ √2 ഇൻറ്റു ചെയ്യുമ്പോഴല്ലേ 2 സെന്റിമീറ്റർ കിട്ടുന്നത്. ഈ ഓരോ 45ന്റെ ഓപ്പോസിറ്റ് ഉള്ള ഓരോ സൈഡും എത്രയായിരിക്കും? √2 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ഇവിടെ 3 സെന്റിമീറ്റർ തന്നെ. ഹൈറ്റ് എത്രയാണ്? √2. എന്തൊരു 3√2/2 അല്ലെ? എനിക്ക് 3√2/√2 ഇൻറ്റു √2 എന്ന് അടിയിൽ എഴുതാലോ. ഇവിടെ √2നെ കൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ √2നെ കൊണ്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ എന്തായാലും 3 വേണ്ട, ഇങ്ങനെ തന്നെ മതി. അത്ര കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. എന്ത് ചെയ്തു? 3√2/2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത് വരാം? ഈ ട്രയാങ്കിളിന്റെ ഏരിയ വരും. നമ്മൾ 3 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ ഫസ്റ്റത്തെ 1.5 സെന്റിമീറ്റർ സ്ക്വയർ, സെക്കൻഡ് 3√3/2 സെന്റിമീറ്റർ സ്ക്വയർ, തേർഡ് 3√2/2 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ?